നമസ്കാരം. എനിക്കും ചിലത് പറയാനുണ്ട്. എപ്പിസോഡ് 1ലേക്ക് ഏവർക്കും സ്വാഗതം. ദയവായി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. പറയുന്ന കാര്യങ്ങൾ ആവശ്യമുള്ളതാണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചില അടിയന്തര ആവശ്യങ്ങളിലേക്ക് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകളും എണ്ണപ്പലഹാരക്കടകളും അതുപോലെ തന്നെ തട്ടുകടകളും ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ക്യാൻസർ രോഗികളുടെ എണ്ണവും ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഭക്ഷണ സംസ്കാരവും പുറമേ നിന്നുള്ള പെസ്റ്റിസൈഡ് ചേർന്നുള്ള പഴം പച്ചക്കറി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളും ഇതിനൊരു കാരണമാകുന്നുണ്ട്. ഇത് ഭാവിയിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ വടക്കൻ ജില്ലകളിൽ നിന്ന് ഒരു സാധാരണ ക്യാൻസർ രോഗിക്ക് മികച്ച ചികിത്സ കിട്ടണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകണം, അല്ലെങ്കിൽ നമ്മുടെ തെക്കേ അറ്റത്തുള്ള RCCയിലേക്ക് വരണം. അത്രയും ദൂരം യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് പല രോഗികളും ചികിത്സയ്ക്കായിട്ട് RCCയിലെത്തുന്നത്. അവിടെ തന്നെ രോഗികളുടെ ബാഹുല്യം കാരണം കൃത്യമായി എല്ലാ രോഗികളെയും അറ്റൻഡ് ചെയ്യാൻ അവിടുത്തെ സ്റ്റാഫിന് കഴിയുന്നില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് RCC പോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ക്യാൻസർ റിസർച്ച് ഹോസ്പിറ്റലുകൾ നമ്മുടെ വിവിധങ്ങളായ ജില്ലകളിൽ ആരംഭിച്ച് കുറഞ്ഞത് 6 മാസം കൂടുമ്പോഴെങ്കിലും എല്ലാ പൊതുജനങ്ങൾക്കും ക്യാൻസർ പരിശോധനയും അനുബന്ധ ചികിത്സകളും ഫ്രീ ആയി നടപ്പിലാക്കുവാനുള്ള ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ള അപേക്ഷയാണ് ഒന്നാമതായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക. ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. പരസ്പരം ഷെയർ ചെയ്ത് ഇത് അധികാരികളിലേക്ക് എത്തിക്കുക. നന്ദി.